ഓൾജിബ്രായിക് ഇൻറ്റിജേഴ്സിന്റെ ഒരു പ്രത്യേകത എന്തെന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു റിസൾട്ട് പറയുന്നത്. Among all rational numbers, the only ones that are algebraic integers are the integers. ഒരു നമ്പർ ഓൾജിബ്രായിക് ഇൻറ്റിജർ ആണ്, ഒരു റാഷണൽ നമ്പർ ആർ എന്ന് പറയുന്ന ക്യൂവിലെ ഒരു എലമെന്റ് ആണ്. ആർ ഈസ് ആൻ ഓൾജിബ്രായിക് ഇൻറ്റീജർ if and only if R is an integer. R ഒരു ഓൾജിബ്രായിക് ഇൻറ്റീജർ ആകണമെങ്കിൽ, ഒരു റാഷണൽ നമ്പർ ഒരു ഓൾജിബ്രായിക് ഇൻറ്റീജർ ആകണമെങ്കിൽ അതൊരു ഇൻറ്റീജർ ആയിരിക്കണം. അപ്പോൾ R ഒരു ഇൻറ്റീജർ ആണെങ്കിൽ, which implies R is a root of x minus R. അപ്പോൾ ഇത് തന്നെ എന്താണ്? It belongs to z of x. So the proof, അവിടെ ഫസ്റ്റ് ഒരു പ്രൂഫ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് നമുക്ക് ക്ലിയർ ആവും. ആർ ഒരു ഇൻറ്റീജർ ആണെങ്കിൽ നമുക്ക് ഒന്നും തന്നെ പ്രൂവ് ചെയ്യാനില്ല. ഉറപ്പായിട്ടും ആർ ഇൻറ്റീജർ ആണെങ്കിൽ അതൊരു ഓൾജിബ്രായിക് ഇൻറ്റീജർ ആണെന്ന് കിട്ടും. അപ്പോൾ ആർ ഈസ് ഇൻറ്റീജർ ഇംപ്ലൈസ് ആർ ഈസ് ആൻ ഓൾജിബ്രായിക് ഇൻറ്റീജർ. ഇനി കോൺവേഴ്സ് ആയിട്ട് ആറ് ഓൾജിബ്രായിക് ഇൻറ്റീജർ, ആറ് ക്യൂവിനകത്തുണ്ട്, ആർ ബിലോങ്സ് ടു ക്യൂ ആണ്, ഈസ് ഓൾജിബ്രായിക് ഇൻറ്റീജർ. അങ്ങനെയാണ് ആർ ഒരു ഇൻറ്റീജർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി ആർ എന്ന് പറയുന്നത് റാഷണൽ ആയതുകൊണ്ട് അതിനെ നമുക്ക് ആ റാഷണൽ നമ്പറിനെ m/q ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആ റാഷണൽ നമ്പറിനെ m/q ഫോമിൽ എഴുതാം, സച്ച് ദാറ്റ് ദ GCD ഓഫ് m and q ഈക്വൽ ടു 1. ഇനി ആർ ഒരു ഓൾജിബ്രായിക് ഇൻറ്റീജർ ആയതുകൊണ്ട് നമുക്കൊരു പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഓൾജിബ്രായിക് ഇൻറ്റീജർ ആയതുകൊണ്ട് നമുക്കൊരു പോളിനോമിയൽ f of x എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റും. x raised to n plus b1 into x raised to n minus 1 plus etc plus bn എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റും, such that f of r equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r raised to n plus b1 into r raised to n minus 1 plus etc plus bn equal to 0 ആണ്. r ന് പകരം എനിക്ക് എന്ത് എഴുതാം? m/q എന്ന് എഴുതാം. m/q the whole raised to n plus b1 into m/q the whole raised to n minus 1 plus etc plus bn equal to 0. So that is, നമ്മളത് q raised to n കൊണ്ട് ക്രോസ് ചെയ്താൽ m raised to n plus b1 m raised to n minus 1 into q plus etc plus bn into q raised to n equal to 0. അതായത് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് q raised to n കൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, which implies m raised to n is equal to minus b1 m raised to n minus 1 into q plus minus etc minus bn into q raised to n. അപ്പൊ അതിൽ നിന്ന് ഞാൻ q കോമൺ ആയിട്ട് എടുത്താൽ മൈനസ് b1 into m raised to n minus 1 plus etc minus bn into q raised to n minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ q എന്ന് പറയുന്ന നമ്പർ കൊണ്ട് എന്തിനെ ഡിവൈഡ് ചെയ്യാം? q should divide m raised to n. q should divide m raised to n, but GCD of q, m is equal to 1. GCD q ന്റെ m ന്റെ GCD എന്താണ്? 1 ആണ്. So which gives a contradiction. എവിടെയാ കോൺട്രഡിക്ഷൻ? q should divide m raised to n എന്ന് പറയുന്നത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, ഇതിന്റെ GCD 1 ആണ്. അപ്പൊ എന്ത് സംഭവിക്കണം? q ന്റെ പോസിബിലിറ്റി എന്ത് മാത്രമേ വരാൻ പറ്റൂ? 1 മാത്രമേ വരാൻ പറ്റൂ. q ന്റെ പോസിബിലിറ്റി എന്ത് മാത്രമേ വരാൻ പറ്റൂ? 1 വരാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ r is an integer, ഡിനോമിനേറ്റർ 1 ആണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ 1 പ്ലസ് ഓർ മൈനസ് 1 ആകാം. 1 തന്നെ ആകണമെന്നില്ല, പ്ലസ് ഓർ മൈനസ് 1 ആയാൽ മതി. കാര്യം GCD 1 ആണ്, പ്ലസ് 1 ആയാലും മൈനസ് 1 ആയാലും നമുക്കത് പ്രശ്നമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r എന്തായാലും ഒന്നുകിൽ r എന്ന് പറയുന്ന m ആയിരിക്കും, അല്ലെ r എന്ന് പറയുന്ന മൈനസ് m, ഈ ഫോമിലേ വരുള്ളൂ. സോ എവരി റാഷണൽ നമ്പർ ഈസ് ഓൾജിബ്രായിക് മീൻസ് ദാറ്റ് ഈസ് ആൻ ഓൾജിബ്രായിക് ഇൻറ്റീജർ മീൻസ് that is an integer. ഇന്റീജർ മാത്രമേ എന്താവത്തുള്ളൂ? റാഷണൽ ആൾജിബ്രായിക് ഇന്റീജേഴ്സ് ആകത്തുള്ളൂ.
ഇന്റിജർ റാഷണൽ നമ്പറിൽ ആരാണ് ഓൾജിബ്രായിക് ഇന്റീജേഴ്സ് ആവുന്ന ഇൻറ്റിജേഴ്സ് മാത്രമേ ഓൾജിബ്രായിക് ഇന്റീജേഴ്സ് ആകത്തുള്ളൂ. ഒരു ക്യാരക്ടറൈസേഷൻ ആണ് ഓൾജിബ്രായിക് ഇന്റീജേഴ്സിനുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ആണ്.